ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ലാക്ടോ കലാമിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇത് ശരിക്കും നല്ലതാണോ, ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഇങ്ങനെ ഒരു പാക്കേജിലാണ് ഇത് വന്നിട്ടുള്ളത്. ലാക്ടോ കലാമിൻ സൺസ്ക്രീൻ വിത്ത് കയോലിൻ ക്ലേ ആൻഡ് ലെമൺ എക്സ്ട്രാക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് SPF 50 PA+++ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UVA റേസിങ്ങും UVB റേസിങ്ങിനുള്ള പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോർ ഓയിലി സ്കിൻ എന്നുള്ളത്. പിന്നെ കൊടുത്തിട്ടുണ്ട് പാരബിൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. വെരി വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേർക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാനുണ്ടെങ്കിലും ഫുള്ളായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് പോയി എന്ന് നമുക്ക് തോന്നത്തില്ല. ഒരു ക്രീം ഇട്ട ഒരു ഫീല് തന്നെ തോന്നും. അപ്പം ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് SPF 50 ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. UVA അതുപോലെ തന്നെ UVB പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇത് ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാനിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീനിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇതിനകത്ത് കയോലിൻ ക്ലേയും അതുപോലെ തന്നെ വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയോലിൻ ക്ലേ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസീവ് ഓയിലൊക്കെ അബ്സോർബ് ചെയ്ത് സ്കിന്നിൽ ആ ഒരു ഓയിൽനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ സ്കിന്നിന് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ ലെമൺ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ, അതായത് ഡാർക്ക്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്തുള്ള ഡയറക്ഷനും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഒരു പിങ്ക്, അതുപോലെ തന്നെ ആ ഒരു ലാക്ടോ കലാമിൻ്റെ ആ ഒരു ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്യില്ലേ, ആ ഒരു സംഭവത്തിൻ്റെ അതേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴുള്ളത്. ഭയങ്കരമായിട്ടൊരു മാറ്റ് ഫിനിഷ് അങ്ങനെയല്ല, ചെറുതായിട്ട് സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഓയിലി ആണോ എന്നൊരു ഫീല് നമുക്ക് തോന്നും. പക്ഷെ ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നോർമലി നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കും. അതായത് ഓയിൽനെസ് ഫീൽ ചെയ്യില്ല, പക്ഷെ ചെറിയൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്ലോ കുറയ്ക്കാതെ, അല്ലെങ്കിൽ ഗ്ലോ കുറച്ചും കൂടെ ഉണ്ട് പക്ഷെ ഒട്ടും തന്നെ ഓയിലി അല്ല, ആ ഒരു ഫീല് വരുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഗ്ലോയി ആയിട്ട് ഫേസ് ഇരിക്കണം എന്ന് ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ടിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കളർ എന്താണോ ആ ഒരു രീതിയിലേക്ക് തന്നെ വരുന്നുണ്ട്. വേറെ ടിൻറ്റും കാര്യങ്ങളൊന്നും ഫേസിലിട്ട് കഴിഞ്ഞതിന് ശേഷിയില്ല. വൈറ്റ് കാസ്റ്റും ഇല്ല. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള എന്നാൽ ഒട്ടും ഓയിലി അല്ലാത്ത ഒരു ഫിനിഷാണ് തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴുള്ളത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ 50 ഗ്രാം പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 349 റുപ്പീസാണ്. ഭയങ്കര ചീപ്പ് റേറ്റ് അല്ല, എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ, ചെറുതായിട്ട് സ്കിന്നിൽ ഒരു ഗ്ലോ വേണം എന്നാൽ ഓയിൽനെസ് ഒട്ടും തന്നെ കാണിക്കാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ സ്കിന്നിലെ പിമ്പിൾസ് വരെ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.